Happy birthday to you. ഈ പ്രാവശ്യം എന്തായാലും വർഷം സർപ്രൈസ് ആവണം, ഞെട്ടണം. കറക്റ്റ് 12 മണിയാകുമ്പോൾ പാലക്കാട് വർഷന്റെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ് ആക്കണം എന്നതാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാന്. ഹോസ്റ്റലിലുള്ള സമയത്ത് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും പിറന്നാൾ ഓർമ്മിച്ച് വെച്ച് കറക്റ്റ് 12 മണിക്ക് ഫസ്റ്റ് വിഷസ് അറിയിക്കുന്നത് വർഷമായിരിക്കും. ഈ പ്രാവശ്യത്തെ വർഷന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പോയിട്ട് സർപ്രൈസ് കൊടുക്കാന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചതാട്ടോ. പക്ഷെ എല്ലാവരും കിട്ടിയില്ല. രഞ്ജിന് പാലക്കാട് ആയതുകൊണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ. കേക്ക് മേടിച്ചിട്ട് ഏതാണ്ട് വർഷന്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ വീട് കറക്റ്റ് ഏത് വഴിയിലോട്ടേ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പിന്നെ വർഷന്റെ ഫ്രണ്ടിനൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ വീട്ടിൽ ഞങ്ങൾ എത്തി. വർഷന്റെ അമ്മേനെ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വരാൻ നേരത്ത് വാതിലൊക്കെ തുറക്കണമെന്ന്. കേക്കൊക്കെ സെറ്റാക്കി വർഷന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണാനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ധൃതി. ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച എക്സ്പ്രഷൻ ഒന്നും വർഷന്റെ മുഖത്ത് വന്നില്ല. അതിന് കാരണമുണ്ട്. ഈ സർപ്രൈസ് കൊടുക്കുന്ന കാര്യം വർഷന്റെ അമ്മേനെ നേരത്തെ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞത് ചെറുതായിട്ട് വർഷം ഒന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ വർഷം അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പണ്ടേ ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് ഉള്ളത് കണ്ടുപിടിക്കും. പിന്നെ ഇവൾക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തോട്ട് അങ്ങനെ അങ്ങോട്ട് വരൂല. എന്തായാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് സർപ്രൈസ് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്.